ഹായ് ഓൾ, ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനും പ്രിൻസിപ്പിളും ലോസസും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി പഠിക്കുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ. എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ, അതിൻ്റെ ആപ്ലിക്കേഷൻ, വർക്കിംഗ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും ഇതിൽ ഒരു കമ്പാരിസണും കൂടി ഉണ്ട്. സാധാരണ ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഒരു കമ്പാരിസണും കൂടി ലാസ്റ്റ് നമ്മൾ നോക്കും. സോ ഇതാണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഇന്നർ പിക്ചർ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്കറിയാം, രണ്ട് വൈൻഡിങ് ആണ് സാധാരണ ട്രാൻസ്ഫോമറിനുള്ളത്, പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. അപ്പോൾ അതിൽ നടക്കുന്നത് എപ്പോഴും എന്താണ്, കണ്ടക്റ്റീവ് ആണോ ഇൻഡക്റ്റീവ് ആണോ? ഇൻഡക്റ്റീവ്ലി ഉള്ള ഓപ്പറേഷനാണ് നടക്കുന്നത്, അല്ലേ? മ്യൂച്വൽ ഇൻഡക്ഷനാണ് നടക്കുന്നത്. പക്ഷേ കണ്ടക്റ്റീവായിട്ടും ഇൻഡക്റ്റീവായിട്ടും ഈ കറണ്ട് ട്രാൻസ്ഫർ നടക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു കോയിൽസ് പരസ്പരം കണക്റ്റഡ് ആണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി തമ്മിൽ ഐസൊലേഷൻ ഇല്ല. അല്ലെങ്കിൽ സിംഗിൾ വൈൻഡിങ് തന്നെയാണ് പ്രൈമറി ആയിട്ടും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് സെക്കൻഡറി ആയിട്ടും ആക്ട് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. Okay, so the copper wire is wound on a laminated silicon steel core with at least 3 tapping can be taken out. ഈ 3 tapping എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് പ്രൈമറി സെക്കൻഡറി വൈൻഡിങ് നമ്പേഴ്സ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. Okay, so the primary and secondary windings are linked together both electrically and magnetically. അപ്പോൾ അത് പരസ്പരം ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്, അതുപോലെ ഇൻഡക്റ്റീവ്ലിയും കണക്റ്റഡ് ആണ്, അതായത് മാഗ്നറ്റിക്കലി എന്ന് പറഞ്ഞിരിക്കുന്നത്. So it consists of a single copper wire and that is common to both primary and secondary coil. So the secondary and the primary circuit share the same neutral point of the winding. Same neutral point ആണ് രണ്ടിനും ഉണ്ടാവുക. And it changes the voltage by small amount. Thus, a single winding is used to reduce the expense of constructing two winding of approximately same number of turns. അപ്പോൾ സ്മോൾ എമൗണ്ട് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ലാബിലൊക്കെ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കറിയാം, വോൾട്ടേജ് വേരി ചെയ്ത് ചെറിയ വാല്യൂന്ന് വേരി ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേരിയബിൾ സപ്ലൈ ഒക്കെ അവൈലബിൾ ആക്കാനായിട്ട് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. So variable turns ratio at secondary can be obtained. എങ്ങനെയാണ് വേരിയബിൾ ടേൺസ് റേഷ്യോ കിട്ടുന്നത്? അതായത് N1 N2 അത് വേരി ചെയ്ത് പല ടേൺസ് സെക്കൻഡറിയിൽ കിട്ടുന്നത് എങ്ങനെയാണ്? ബൈ മേക്കിംഗ് ടാപ്പിംഗ് ഓഫ് ദ വൈൻഡിങ് ഓർ ബൈ പ്രൊവൈഡിങ് എ സ്മൂത്ത് സ്ലൈഡിംഗ് പ്രഷർ ഓവർ ദ വൈൻഡിങ്. മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ സെയിം വോൾട്ട് ആംപിയർ റേറ്റിങ്ങിന് നമ്മുടെ സാധാരണയുള്ള നോർമൽ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടല്ലോ, 2 വൈൻഡിങ് ട്രാൻസ്ഫോമേഴ്സ്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചീപ്പറാണ്, കോപ്പറിൻ്റെ എമൗണ്ട് കുറവാണ് വരിക. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നോക്കാം, അതിൻ്റെ ഒരു ഇക്വേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഒരു നോർമൽ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രൈമറി ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ കംപ്ലീറ്റ് ആയിട്ടാണ്. കണ്ടോ, എ മുതൽ ബി വരെ എന്താണ് പ്രൈമറി ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം അതിൻ്റെ അക്രോസ് ആണ് നമുക്ക് എന്ത് V1 എന്ന് പറഞ്ഞ വോൾട്ടേജ് വരുന്നത്. സോ ദാറ്റ് ഈസ് പ്രൈമറി. ഇൻ സെക്കൻഡറി എന്തിൻ്റെ അക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഈ ലോഡ് വോൾട്ടേജ് V2 ഒക്കെ വരുന്നത് ഈ സെക്കൻഡറി ഈ ഒരു നമ്പർ ഓഫ് ടേൺസിൻ്റെ ഇടയ്ക്കാണ്, അല്ലേ? സോ N1 എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും N2 എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിലെ അറിയണമെങ്കിൽ N1 മൈനസ് N2 ആണ് വരിക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് കൂടുതൽ, സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ എന്ന് എങ്ങനെ അറിയും? അതായത് പ്രൈമറിയിൽ N1 നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ട്, സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷനാണ് ഇവിടെ സെക്കൻഡറി ലോഡുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. സോ ഈ പോർഷനിലെ നമ്പർ ഓഫ് ടേൺസ് ഇതിനേക്കാളും കുറവാണ്. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ. ഇനി അടുത്ത സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ നേരെ തിരിച്ചു വരുന്നു. ഇവിടെ V1 എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി വോൾട്ടേജ് ആണ്. ഈ പ്രൈമറി വോൾട്ടേജ് വരുന്നത് ഇതിൻ്റെ ക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു N1 എന്ന് പറയുന്നതിൻ്റെ ക്രോസ് ആണ്. ആൻഡ് N2 എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്പർ ഓഫ് ടേൺസ് ആണ്. സോ അതിന് പ്രൈമറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ബട്ട് സെക്കൻഡറി എന്ന് പറയുന്നത് ഈ CB ആ ഫുൾ ലെങ്ത് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ആൻഡ് ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ആപ്ലിക്കേഷൻ ആണ്. ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടർ ടു ഗീവ് അപ് ടു 50 to 60% ഓഫ് ദ ഫുൾ വോൾട്ടേജ് ടു ദ സ്റ്റേറ്റർ ഓഫ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ.
സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് മെത്തേഡാണ് എന്ത് യൂസിങ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഗീവ് എ സ്മോൾ ബൂസ്റ്റ് ടു എ ഡിസ്ട്രിബ്യൂഷൻ കേബിൾ ടു കറക്റ്റ് ദ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കേബിളിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്മോൾ ബൂസ്റ്റ് ഓഫ് വോൾട്ടേജ് കൊടുക്കാനായിട്ടും യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഇനി പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വോൾട്ടേജ് ഡ്രോപ്പ് കറക്റ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു. ആൻഡ് ഇറ്റ് ഓൾസോ യൂസ് ഇൻ ദ ഓഡിയോ സിസ്റ്റംസ് ആൻഡ് റെയിൽവേസ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഈ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ രണ്ട് സർക്യൂട്ടിലും ഇപ്പോൾ നമുക്കറിയാം I1 ഈസ് ദ ഇൻപുട്ട് കറണ്ട്, I2 ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റെപ്പ് അപ്പ് ആയാലും സ്റ്റെപ്പ് ഡൗൺ ആയാലും കറണ്ട് ഇൻ ദ സെക്ഷൻ ഓഫ് ദ വൈൻഡിങ് ദാറ്റ് ഈസ് കോമൺ ടു ബോത്ത് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി, ആ ഒരു പോർഷനിലെ കറണ്ട് എന്തായിരിക്കും? ആ ഡിഫറൻസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം I1 മൈനസ് I2 ആണ്, ഇവിടെയാണെങ്കിൽ I2 മൈനസ് I1 ആണ്. അതൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫോർ ദ സ്റ്റെപ്പ് ഡൗൺ ടൈപ്പ് ആണെങ്കിൽ I2 ഗ്രേറ്റർ ദാൻ I1 ആയിരിക്കും. അപ്പോൾ I2 മൈനസ് I1 ഫ്ലോസ് ടു ദ കോമൺ പാർട്ട്. സ്റ്റെപ്പ് അപ്പിനകത്താണെങ്കിൽ I2 ലെസ് ദാൻ I1 ആയിരിക്കും. സോ I1 മൈനസ് I2 കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, so the direction of the current through the common part of the winding depend upon the connection of the auto transformer. Types of connection ഉദ്ദേശിച്ച സ്റ്റെപ്പ് അപ്പിൻ്റെ രീതിയിലാണോ സ്റ്റെപ്പ് ഡൗണിൻ്റെ രീതിയിലാണോ എന്ന് അനുസരിച്ചിരിക്കും I1 മൈനസ് I2 ആണോ I2 മൈനസ് I1 ആണോ വരുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, സോ എഗെയിൻ ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ, അതിനനുസരിച്ച് ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഓട്ടോ ട്രാൻസ്ഫോമർ ഇവിടെ വരച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു N1ഉം N2 കണ്ടോ, ഈ ഒരു N1 ഇത് N2, അപ്പോൾ ഇത് മൊത്തം N1 ഇത്രയും N2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരുന്നു നോക്കാം. ഓക്കെ, സോ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൈമറി വൈൻഡിങ്. ഈ പ്രൈമറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ടാണ്? ഈ 1 മുതൽ ഈ 3 ടെർമിനൽ വരെ ഇല്ലേ? സെക്കൻഡ് ഫിഗർ മാത്രം നോക്കിയാൽ മതി. 1 മുതൽ 3 വരെ ഉള്ളത് അതാണ് എൻ്റെ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. ഹാവിങ് നമ്പർ ഓഫ് ടേൺസ് N1. ആൻഡ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെയാണ് N2 നമ്പർ ഓഫ് ടേൺസ്. സോ ദ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ I2 ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ഒരു പോർഷൻ സെക്കൻഡറി പോർഷൻ കാണിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അവിടെ കറണ്ട് എത്രയാണ്? I2 മൈനസ് I1 ആണ് വരുന്നത്. സോ ബിക്കോസ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം ഈ I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ലോഡിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു കൺസിഡർ ചെയ്യുന്നു. സോ I1 ഇങ്ങനെ താഴേക്ക് ഫ്ലോ ചെയ്യുന്നു, I2 മുകളിലേക്ക് പോകുന്നതായിട്ട്. സോ I2 മൈനസ് I1 അങ്ങനെയാണ് വരുന്നത്. ദെൻ ഇതിനകത്ത് നമുക്ക് നമുക്കറിയാം പ്രൈമറി ആൻഡ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് വെച്ചിട്ട് നമ്മൾ ടേൺസ് റേഷ്യോ എടുക്കാറുണ്ട്. എന്തായിരുന്നു അത് സാധാരണ എടുക്കുക? V2/V1, V2/V1 എടുക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് V2/V1 എന്നല്ല. ഇവിടെ V2 എത്രയാണ് വരുന്നത്? V2 എന്ന് പറയുന്നത് സെക്കൻഡറിയിൽ വരുന്ന V2 ആണ്. ഡിവൈഡഡ് ബൈ V1 എടുത്തു കഴിഞ്ഞാൽ പോരാ, ഈ ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. V2 മൈനസ് V1 ആണ് എടുക്കുന്നത്. സോറി, V1 മൈനസ് V2 ആണ് എടുക്കുന്നത്. ഈ ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു കാര്യം ഓർത്താൽ മതി. സോ V2 ഡിവൈഡ് ബൈ V1 മൈനസ് V2 ഈക്വൽ ടു N2 ഡിവൈഡ് ബൈ N1 മൈനസ് N2. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ ക്യാൻസലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ V2 N1 ഈക്വൽ ടു N2 V1 വരും. അപ്പോൾ അഗെയിൻ V2 V1 ഈക്വൽ ടു N2 ബൈ N1 ഈക്വൽ ടു K. അപ്പോൾ ആ സെയിം ഇക്വേഷനിലേക്ക് തന്നെ എത്തുന്നതാണ് പറഞ്ഞത്. അതായത് ഇതൊരു സെക്കൻഡ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ തന്നെ ആയിരിക്കുന്ന പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഇക്വേഷനിലേക്ക് തന്നെ എത്തുന്നു. സോ അഗെയിൻ V2 ബൈ V1 ഈക്വൽ ടു I1 ബൈ I2 ആണ്. അത് കൂടാതെ നോർമൽ ട്രാൻസ്ഫോമർ പോലെ തന്നെ V1 I1 ഈക്വൽ ടു V2 I2 ആണ് ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. ഇൻപുട്ട് അപ്പാരന്റ് പവർ ആണ് V1 I1, V2 I2 ആണ് ഔട്ട്പുട്ട് അപ്പാരന്റ് പവർ, വോൾട്ട് ആംപിയർ അല്ലേ. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൈമറി ആൻഡ് സെക്കൻഡറി കണക്റ്റഡ് ഇൻ മാഗ്നറ്റിക്കലി ആസ് വെൽ ആസ് ഇലക്ട്രിക്കലി. സോ ദ പവർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പോസിബിൾ ആണ്, ഇൻ ദ ഫോം ഓഫ് ഇൻഡക്ഷൻ ആസ് വെൽ ആസ് കണ്ടക്ഷൻ. സോ ഔട്ട്പുട്ട് അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ V2 I2 ആണ്. അപ്പാരന്റ് പവർ ട്രാൻസ്ഫർ ബൈ ഇൻഡക്ഷൻ നോക്കുവാണെങ്കിൽ ഇൻഡക്ഷൻ വഴി സംഭവിക്കുന്ന പോർഷൻ ഏതൊക്കെയാണ്? ഓക്കെ, അത് നോക്കുവാണെങ്കിൽ നമുക്ക് V2 ഇൻറ്റു I2 മൈനസ് I1. അതായത് കണ്ടക്ഷനും ഇൻഡക്ഷനും, ആ ഇൻഡക്ഷൻ വരുന്ന
പോർഷൻ എവിടെയാണ്, അതുപോലെ കണ്ടക്ഷൻ വരുന്ന പോസിറ്റീവ് പോർഷൻ എവിടെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ പവറിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? The power transfer due to conduction plus power transfer due to induction. So ആദ്യം തന്നെ power transfer by induction നമുക്ക് നോക്കാം. അപ്പോൾ V2 into I2 minus I1 അതാണ് പവർ ട്രാൻസ്ഫർ ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. V2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് വരുന്നത്. സോ V2 ഇൻറ്റു I2 മൈനസ് ഈ I1 പകരം നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? K ഇൻറ്റു I2. I1 പകരം K ഇൻറ്റു I2. സോ V2 I2 ഈ ഒരു 2 ഒക്കെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരേണ്ടത് കേട്ടോ. ഇവിടെ സ്മോൾ ആയിട്ടാണ് വരേണ്ടത്, എഡിറ്റിങ്ങിൽ അങ്ങനെയായി പോയതാണ്. V2 I2 ഇൻറ്റു 1 മൈനസ് K. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ V2 I2 ഇത് സോൾവ് ചെയ്യുന്നു. V2 ഇൻറ്റു I2 മൈനസ് K ഇൻറ്റു V2 ഇൻറ്റു I2. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ V2 I2 കോമൺ ആയിട്ട് എടുത്താൽ ഇൻറ്റു 1 മൈനസ് K എന്ന് എഴുതാം. ഇനി V2 ഇൻ ഐഡിയൽ കേസസിൽ ഈ V2 I2 എന്ന് പറഞ്ഞത് എന്തിന് ഈക്വൽ ആണ്? V1 I1 ഈക്വൽ ആണ്. നമുക്കെപ്പോഴും ഒരു ട്രാൻസ്ഫോമറിൻ്റെ KVA റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ടാണ് അറിയുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു V1 I1 ആ നമ്മൾ ഇൻപുട്ടിൻ്റെ ടേമിലേക്ക് എഴുതുവാണ്. സോ പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് K. Okay, K is the voltage transformation ratio, V2 by V1 അല്ലെങ്കിൽ I1 by I2. So the power transfer conductively equal to എന്താണ്? ടോട്ടൽ ഇൻപുട്ട് മൈനസ് ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് K. അപ്പോൾ ടോട്ടലിൽ നിന്ന് അത്രയും കുറച്ചാൽ മതി. സോ ഇൻപുട്ട് ഇൻറ്റു പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് 1 മൈനസ് K. അപ്പോൾ അത് 1 മൈനസ് K നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആ 1ഉം 1ഉം ക്യാൻസൽ ആവും. മൈനസ് ഇൻറ്റു മൈനസ് K എന്ന് പറയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആവും. സോ ഇൻപുട്ട് ഇൻറ്റു K എന്ന് വരും. സോ പവർ ട്രാൻസ്ഫർ കണ്ടക്റ്റീവ്ലി ആൻഡ് ഇൻഡക്റ്റീവ്ലി ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഇൻപുട്ട് ഇൻറ്റു 1 മൈനസ് K നമുക്ക് വോൾട്ടേജ് ആംബിയർ റേറ്റിംഗ് തന്നിട്ടുണ്ടാവും, VA റേറ്റിംഗ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ KVAയിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ഇൻറ്റു 1 മൈനസ് K ചെയ്താൽ എന്ത് കിട്ടും? ദ പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി കിട്ടും. പവർ ട്രാൻസ്ഫർ കണ്ടക്റ്റീവ്ലി കിട്ടാൻ ഇൻപുട്ട് ഇൻറ്റു K ചെയ്താൽ മതി. പിന്നെ ടൈപ്സ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ഒന്ന് വേരിയബിൾ ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വേരിയാക്ക്. നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മൾ ലാബ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ പല നമ്പർ ഓഫ് ടേൺസ് എടുക്കാനുള്ള പല ടാപ്പിങ്സ് ഉണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ഈസ് വേരിയാക്ക്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്പർ ഓഫ് പ്രൈമറി എന്ന് പറഞ്ഞാൽ NP എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടെ N1 ആവാം, N2 ആവാം, N3 ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടാപ്പിങ്സ്. ഈ ന്യൂട്രൽ പോയിന്റ് സെയിം ആണ് ആദ്യം പറഞ്ഞത്. ന്യൂട്രൽ പോയിന്റ് സെയിം ആണ് രണ്ടിനും. അതുപോലെ L1, L2, L3 ആ 3 ടാപ്പിങ്സ് എടുക്കാം. L1 നിന്ന് എടുത്താൽ ദാറ്റ് ഈസ് സെക്കൻഡറി വോൾട്ടേജ് 1 ആണ്, VS2 ആണ്. എന്താ L2 എടുത്താൽ L3 എടുത്താൽ VS3 ആണ്. അപ്പോൾ ഇതൊരു വേരിയബിൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. ദെൻ ടൈപ്സ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്പർ ഓഫ് ടേൺസ് കോമൺ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. നമ്പർ ഓഫ് ടേൺസ് കോമൺ ഉണ്ടായിരിക്കുന്നത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വോൾട്ടേജ് ടേൺ റേഷ്യോ കണ്ടുപിടിച്ചത്. Okay, so the autotransformer has only one winding which is shared by both the primary and secondary winding. Number of turns shared by the secondary എന്ന് പറഞ്ഞാൽ that can be varied. എന്തോരമാണ് സെക്കൻഡറി വൈൻഡിങ് ഷെയർ ചെയ്യുന്ന പോർഷൻ അതാണ് വേരി ചെയ്യുന്നത്. ആൻഡ് EMF induced in the winding is proportional to number of turn and therefore the secondary voltage can be varied by just changing the secondary number of turn. Then most of the energy transferred by means of conduction and a small part ആണ് ഇൻഡക്ഷൻ വഴി ചെയ്യുക. NP greater than NS ആണെങ്കിൽ it is called a step down transformer and NS greater than NP ആണെങ്കിൽ that is called a step up transformer. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് VS by VP എന്ന് പറയുമ്പോൾ കാണാവുന്നതാണ്. NS ഡിവൈഡ് ബൈ ഇവിടെ എവിടെയാണ് വാല്യൂ കൊടുത്തതെന്ന് നോക്കുക. NS ഡിവൈഡ് ബൈ ഈ ഒരു പോർഷനാണ് NP മൈനസ് NS എന്ന് പറഞ്ഞിരിക്കുന്നത്. NP ഫുള്ളാണ് പറഞ്ഞിരിക്കുന്നത്. NS പ്ലസ് NP മൈനസ് NS അത് തന്നെയാണ് NP എന്ന് എഴുതിയാലും അത്ര എങ്ങനെ എഴുതിയാലും മതിയായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു ഫിഗർ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. സെയിം കാര്യം തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം സെക്കൻഡറിയുടെ ടാപ്പിംഗ് പോയിന്റ് ഇതാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സെക്കൻഡറി അവൈലബിൾ ആക്കുന്നത്.
സോ ഇതിൻ്റെ ആപ്ലിക്കേഷനും ആദ്യം കുറച്ച് ആപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞതാണ്. ദ ബൂസ്റ്റർ ട്രാൻസ്ഫോമർ ആയിട്ട് യൂസ് ചെയ്യും. വോൾട്ടേജ് സപ്ലൈ ടു എ സി മോട്ടർ ഡ്യൂറിങ് ദ സ്റ്റാർട്ടിംഗ് പീരീഡ് അത് കുറയ്ക്കും, അതായത് സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ സപ്ലൈക്ക് യൂസ് ചെയ്യും. ദെൻ റൂറൽ പവർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യും, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിലൊക്കെ കേട്ടോ. അപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ ഓഡിയോ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ടു അഡാപ്റ്റ് ദ സ്പീക്കർ ടു ദ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഓഡിയോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതുപോലെ ഇംപിഡൻസ് മാച്ചിങ് സച്ച് ആസ് ബിറ്റ്വീൻ ലോ ഇംപിഡൻസ് മൈക്രോഫോണും ഹൈ ഇംപിഡൻസ് ആംപ്ലിഫയർ സർക്യൂട്ടും തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഇടയ്ക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യും. And can be used to transform the voltages when primary to secondary ratio is close to unity. അങ്ങനെയാവുമ്പോഴും നമുക്ക് പ്രൈമറി ടു സെക്കൻഡറി റേഷ്യോ ക്ലോസ് ടു യൂണിറ്റി, അധികം ഡിഫറൻസ് ഇല്ലാതെ വരുമ്പോഴും ചെറിയ ഒരു വോൾട്ടേജ് ചേഞ്ച് വരുത്താനൊക്കെ ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ഓട്ടോ ട്രാൻസ്ഫോമർ. നമുക്ക് ചെറിയ വോൾട്ടേജ് വേരിയേഷൻ വരുത്തിയാൽ മതിയെങ്കിൽ. സോ രണ്ടിനും നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും സെയിം ആണ്. ഡിഫറൻസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ഒരു കാര്യം വരുന്നത് കോപ്പർ സേവിങ് ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. സോ നമുക്കറിയാം ഫോർ ദ സെയിം ഔട്ട്പുട്ട് ആൻഡ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ ഓട്ടോ ട്രാൻസ്ഫോമർ റിക്വയർ ലെസ് കോപ്പർ കമ്പയർഡ് ടു ദ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ, ദറ്റ് ഈസ് ദ ഓർഡിനറി ട്രാൻസ്ഫോമർ. നമുക്കറിയാം 2 സെപ്പറേറ്റ് വൈൻഡിങ് വേണ്ട. ഓക്കെ, ആൻഡ് ലെങ്ത് ഓഫ് കോപ്പർ റിക്വയർഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ആണ്. Length of copper required in auto transformer winding directly proportional to turns ആണ്. And area of cross section is directly proportional to എന്താണ്, current ആണ്. Therefore the copper required for the winding എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രൊപ്പോർഷണൽ ടു ദ വാല്യൂ ഓഫ് കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ആണ്, കറണ്ട് ഇൻറ്റു ടേൺ ആണ്. സോ ദ വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോമർ വൈൻഡിങ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. അത് ഓർത്താൽ മതി. അപ്പോൾ നമുക്കൊരു ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ എടുത്തു. 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനകത്താണെങ്കിൽ വെയ്റ്റ് ഓഫ് കോപ്പർ റിക്വയർഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് പ്രൊപ്പോർഷണൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഏതൊക്കെ വരും, I1 ഇൻറ്റു N1 വരും, അതുപോലെ I2 ഇൻറ്റു N2 വരും അല്ലേ, കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ സെക്ഷൻ 1 to 2 അതുപോലെ 2 to 3 അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ സെക്ഷൻ 1 to 2 എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. അവിടെ എന്ത് വരും, I1 ഇൻറ്റു N1 മൈനസ് N2. സെക്ഷൻ 2 to 3, സെക്ഷൻ 1 to 2 2 to 3 ഒക്കെ ഈ ഒരു ഫിഗറിനകത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത് 1 to 2, ഇതാണ് 2 to 3. ഓക്കെ, ഇപ്പോൾ ഈ 1 to 2 എന്ന് പറഞ്ഞ പോർഷനിലാണെങ്കിൽ എന്താണ്, ആ കറണ്ട് I1 വരുന്നു, ആ കറണ്ട് I1 ഇൻറ്റു N1 മൈനസ് N2 ആണ് ഈ 1 to 2 എന്ന് പറഞ്ഞ പോർഷനിൽ. ഇവിടെയാണെങ്കിലോ N2 ആണ് വൈൻഡിങ്, പക്ഷെ കറണ്ട് എത്രയാണ്, I2 മൈനസ് I1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഒരു വെയ്റ്റ് ഓഫ് കോപ്പർ ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോമർ കിട്ടാനായിട്ട്. സോ 2 സെക്ഷനിൽ നമ്മൾ കണ്ടുപിടിച്ചു. സോ ടോട്ടൽ വെയ്റ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുവാണ്. ഇവിടെ I1 N1 മൈനസ് I1 N2 പ്ലസ് N2 I2 മൈനസ് N2 I1. ഓക്കെ, അപ്പോൾ ആ N2 I1 എന്നുള്ളത് നമുക്കിവിടെ പോസിറ്റീവും നെഗറ്റീവും കിട്ടുന്നുണ്ട്. സോ അത് ക്യാൻസലായി പോവും. And then weight of copper in the auto transformer or weight of copper in the ordinary transformer നമ്മളിങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ N2 I1 എന്നുള്ളത് രണ്ടെണ്ണം വന്നു. ഓക്കെ, N1 I1, ഓക്കെ, ഇവിടെ ക്യാൻസലായി പോവല്ല ചെയ്യുന്നത്. ഇവിടെ I1 N1 വന്നു, സോറി I1 N2 വന്നു, മൈനസ് I2 N2 വന്നു, പോസിറ്റീവ് മൈനസ് I1 N2 വന്നു, രണ്ടും മൈനസ് N1 I2 ആണ്. സോ ഈ ഒരു പോർഷൻ 2 N2 I1 വരും. ആൻഡ് ദെൻ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ ഡിനോമിനേറ്റർ ഇതാണ്. ജസ്റ്റ് നമ്മൾ ഇത്രയും പോർഷനെ മാത്രം ഡിവൈഡ് ചെയ്യുന്നു ഈ ഡിനോമിനേറ്റർ വെച്ചിട്ട്, ബാക്കി അതുപോലെ നിലനിർത്തുന്നു. സോ 1 മൈനസ് ഇങ്ങനെ വരുന്നു. സോ 1 മൈനസ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുവാണ്, N2 I2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു N1 I1 ഇവിടെ വെച്ച് ചെയ്താൽ മതി അപ്രോക്സിമേഷൻ. സോ നമുക്ക് എന്ത് കിട്ടുന്നു, 2 N2 I1 ബൈ 2 N1 I1 വരുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു ഇവിടെ അപ്രോക്സിമേഷൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. N2 I2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തെന്ന് കൊടുക്കുന്നു, N1 I1 കൊടുക്കുന്നു. ആൻഡ് ദെൻ
2n2i1 വന്നു. സോ n2 by n1 വന്നു. അത് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് 1 മൈനസ് കെ. അപ്പോൾ ആ റേഷ്യോ എന്താണ്? വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോമർ ബൈ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ദ ഓർഡിനറി ട്രാൻസ്ഫോമർ ഈക്വൽ ടു എന്താണ്? 1 മൈനസ് കെ ആണ്. കെ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. അത് n2 by n1. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോമർ ഈക്വൽ ടു 1 മൈനസ് കെ ഇൻറ്റു വെയിറ്റ് ഇൻ ദ ഓർഡിനറി ട്രാൻസ്ഫോമർ WO. അതാണ് WA ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിനോട്ട് ചെയ്യുന്നു, ഇൻറ്റു ഈക്വൽ ടു 1 മൈനസ് കെ ഇൻറ്റു WO. എന്ന് പറഞ്ഞാൽ ഓർഡിനറി. സോ സേവിങ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ WO മൈനസ് WA ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്ത് വരും? WA ഇവിടെ നമുക്ക് ചെയ്യുന്നതാണ് WOയിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു 1 മൈനസ് കെ ഇൻറ്റു WO. ഇത് WO ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കെ ഇൻറ്റു WO എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ സേവിങ് ഓഫ് കോപ്പർ എന്താണ്? കെ ഇൻറ്റു വെയിറ്റ് ഓഫ് ദ കോപ്പർ ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോമർ. ആ റേഷ്യോ ആയിരുന്നു 1 മൈനസ് കെ. അപ്പോൾ സേവിങ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് ഓർത്ത് വെച്ചോളുക. അപ്പോൾ കെയുടെ വാല്യൂ 0.1 ആണെങ്കിൽ സേവിങ് ഓഫ് കോപ്പർ എത്ര പെർസെൻറ്റേജ് ആണ്? 1 മൈനസ് ഇവിടെ കെയുടെ വാല്യൂ 3 ആണെങ്കിൽ ഡയറക്റ്റ് അത് ഓർത്താൽ മതി. കെയുടെ വാല്യൂ 0.1 ആണെങ്കിൽ സേവിങ് ഓഫ് കോപ്പർ ഈസ് 10%. ഇഫ് ദ കെ ഈക്വൽ ടു 0.9 സേവിങ് ഓഫ് കോപ്പർ ഈസ് 90%. അപ്പോൾ നിയറർ ടു 1 ആണെങ്കിൽ ഗ്രേറ്റർ വിൽ ബി ദ വാല്യൂ ഓഫ് സേവിങ് ഓഫ് കോപ്പർ. അപ്പോൾ കുറച്ചും കൂടി കോപ്പറിൻ്റെ എമൗണ്ട് കുറയ്ക്കാം, കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം. സോ ഓട്ടോ ട്രാൻസ്ഫോമറും 2 വൈൻഡിങ് ട്രാൻസ്ഫോമറുമായിട്ടുള്ള കമ്പാരിസൺ കൂടി കഴിഞ്ഞ് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ 1 സിംഗിൾ വൈൻഡിങ് ഈസ് യൂസ്ഡ് ആസ് ദ പ്രൈമറി വൈൻഡിങ് ആസ് വെൽ ആസ് എ സെക്കൻഡറി വൈൻഡിങ്. ഇതിൽ 2 ഡിഫറെൻറ്റ് വൈൻഡിങ്സ് യൂസ് ചെയ്യുന്നു. ദെൻ ഔട്ട്പുട്ട് വോൾട്ടേജ് for a given constant input voltage that can be varied from 0 to maximum level by simply varying the number of secondary number of turns. ഇതിൽ ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാപ്പ് ചേഞ്ചിങ് വഴിയോ നമുക്ക് ഈ ഒരു ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ ഒരു കണ്ടിന്യൂസ്ലി നമുക്ക് വേരി ചെയ്യാൻ പറ്റുന്ന ഇതിലാണ് ഓട്ടോ ട്രാൻസ്ഫോമറിലാണ്. ആൻഡ് എനർജി ട്രാൻസ്ഫർ ഒക്കോസ് ബൈ ബോത്ത് കണ്ടക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ. ഇതിലാണെങ്കിൽ ത്രൂ ഇൻഡക്ഷൻ മാത്രമാണ്. ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ്, ഓട്ടോ ട്രാൻസ്ഫോമർ മോർ എഫിഷ്യൻറ്റ് ആൻഡ് എക്കണോമിക്കൽ ദാൻ ദ സെയിം KVA റേറ്റിംഗ് ഉള്ള 2 വൈൻഡിങ് ട്രാൻസ്ഫോമറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. Less efficient than auto transformer, and the winding material requirement less ആണ്, and that is more ആണ് here. And load connected to auto transformer is electrically connected with the source. Load connected to auto transformer is electrically isolated from the source. Wide range of voltage variation possible. Only a small variation output voltage for a given input voltage is possible. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഇത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.